ഇവിടെ ജയിൽ മെനുവിൽ എന്താ ശനിയാഴ്ച രാവിലെ പ്രാതലിന് ഉപ്പുമാവും വാഴപ്പഴമാണ്. ഉച്ചഭക്ഷണം ചോറിനൊപ്പം തോരനാണ്. ശനിയാഴ്ച മട്ടൻ കറിയുണ്ട്. അത്താഴം കപ്പപ്പുഴുക്ക്, രസം, അച്ചാർ എന്നിവയ്ക്ക് ചോറുണ്ട്. വെള്ളിയാഴ്ച ചോറിനൊപ്പം അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി. അന്ന് മട്ടനില്ല. ബുധനാഴ്ച ചോറിനൊപ്പം മീൻകറിയുണ്ട്. പുളിശ്ശേരി അവിയലുമാണുള്ളത് ഉച്ചയ്ക്ക്. ചൊവ്വാഴ്ച ചോറിനൊപ്പം അവിയൽ, സാമ്പാർ, തൈര്. തിങ്കളാഴ്ച ചോറിനൊപ്പം മീൻ വറുത്തതുണ്ട്, പുളിശ്ശേരിയുണ്ട്. പച്ചമീൻ വറുത്ത് നൽകണമെന്ന് നിർദ്ദേശം. വറുത്ത് കോരുമ്പോൾ മീൻ 100 ഗ്രാമിൽ താഴെ ചുരുങ്ങും. അപ്പോൾ അത്രയും നോക്കിയാണ്. തിങ്കളാഴ്ച ചോറിനൊപ്പം അവിയലും തീയലും തൈരൊക്കെ ഉണ്ട്. കോഴിക്കറിയൊക്കെ ഉണ്ട്. എല്ലാ ആഴ്ചയും ഇപ്പം നോൺ വെജ് ആയ ആൾക്കാർ എല്ലാ ആഴ്ചയും മട്ടൻ കഴിക്കാൻ പാങ്ങുള്ള എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അപ്പോൾ ഗോവിന്ദച്ചാമിക്ക് മസിൽ ബലം വരും. ഹാഷ്മി, ഞങ്ങൾ മട്ടൻ കഴിച്ചിട്ട് 6 മാസമായി. അതെന്താ കാതെടുക്കുക? നമ്മുടെ നികുതി പണം കൊണ്ട് ഗോവിന്ദച്ചാമി മട്ടൻ കഴിക്കുന്നുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ. ഗോവിന്ദച്ചാമി മാത്രമല്ല, ജയിലിൽ കഴിയുന്ന എല്ലാ ആൾക്കാർക്കുള്ള ഫുഡാണ്. മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്, മീനുണ്ട്, അല്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ വീട്ടിൽ മട്ടൺ വർഷത്തിൽ എത്ര തവണ, നോർമൽ ഇപ്പം നമ്മളൊക്കെ പാവപ്പെട്ട ആൾക്കാരാണ്, നമ്മുടെ വീട്ടിൽ മട്ടൺ വർഷത്തിൽ എത്ര തവണ വാങ്ങിക്കും? വിരലെണ്ണാവുന്ന, നമ്മുടെ ഇപ്പോൾ 10 വിരലല്ലേ കയ്യിലുള്ളൂ. ഈ കയ്യിലെണ്ണാവുന്നതിനേക്കാൾ താഴെ മാത്രമേ നമ്മൾ മട്ടൺ വാങ്ങിക്കുള്ളൂ, ഡക്ക് വാങ്ങിക്കുള്ളൂ. അപ്പോൾ ആഴ്ച ചിക്കനൊക്കെ വാങ്ങിച്ചെന്നൊക്കെ ഇരിക്കും, ബീഫും വാങ്ങിച്ചെന്നിരിക്കും. പക്ഷേ ഡെയിലി ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, മീനുണ്ട്, മട്ടൺ ഉണ്ട്. ആഴ്ച 7 ദിവസത്തിനകത്ത് ഒട്ടുമിക്ക ദിവസവും ഇതെല്ലാം അവിടെ കിട്ടാറുണ്ട്. അപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഹാഷ്മി പറഞ്ഞ പോലെ മസിൽ ബലമൊക്കെ വരും. അവൻ നല്ല ആരോഗ്യവാനായിട്ട് അവിടെ നിൽക്കുക. ഇനി ഈ ഗോവിന്ദച്ചാമി ഇപ്പോൾ ജയിൽ ചാടിയ സമയത്ത് അന്തങ്ങൾ വന്ന് കിടന്ന് മെഴുകുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഗോവിന്ദച്ചാമി ജയിൽ ചാടി മണിക്കൂറിനുള്ളിൽ തന്നെ അയാളെ പിടിച്ചു. രാവിലെ ഒരു 11 മണിയായപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയെ പോലീസ് കണ്ടെത്തി. പോലീസ് ഗോവിന്ദച്ചാമിയെ കണ്ടെത്തിയത് എങ്ങനെയാണ്? പോലീസിന്റെ മാത്രം മിടുക്കെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ജനങ്ങൾ കൂടെ പോലീസിന്റെ കൂടെ നിന്നുകൊണ്ട്. കേരള പോലീസിന്റെ കഴിവില്ലെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കഴിവുള്ള പോലീസുകാർ കേരള പോലീസാണ്. പക്ഷേ ഇതേ കേരള പോലീസിന് ജനങ്ങൾ കൂടെ സഹായിച്ചതുകൊണ്ടാണ് അന്ന് ഗോവിന്ദച്ചാമിയെ പിടിക്കാനായിട്ട് സാധിച്ചത്. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പിടിക്കാനായിട്ട് സാധിച്ചത്. ഇതൊക്കെ കഥയൊക്കെ ഓക്കെയാണ്. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും മന്ത്രിമാരും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ, കേരളത്തിലെ ജനങ്ങൾ കൂടെ നിന്നെങ്കിലും പോലീസിന്റെ ആ ഒരു കൃത്യനിഷ്ഠത അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഗോവിന്ദച്ചാമിയെ പിടികൂടി. ഗവൺമെന്റിന്റെ വിജയം, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ വിജയം, പിണറായി സർക്കാരിന്റെ വിജയം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യാൻ കണ്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഗോവിന്ദച്ചാമിയെ പിടിച്ചത് പോലീസാണ്, അതിന്റെ ക്രെഡിറ്റ് പിണറായി സർക്കാരിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതേ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയല്ലോ. ജയിൽ ചാടിയത് ആരുടെ കഴിവുകേടാണ്? അതുകൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. നമ്മുടെ വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മിക്സി വാങ്ങുന്നു, റെഫ്രിജറേറ്റർ വാങ്ങിക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, TV വാങ്ങിക്കുന്നു, വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു. ഇതെല്ലാം വാങ്ങിക്കുക. ഇതെല്ലാം ഒരു കമ്പനിയുടെ ആണെന്ന് വിചാരിക്കുക. ഈ ഒരു കമ്പനിയുടെ എല്ലാ സാധനങ്ങളും, എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കംപ്ലൈൻ്റ് ആവുകയാണ്, വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്താ ചിന്തിക്കുന്നത്? ആ കമ്പനിയുടെ പ്രശ്നമാണ്, ആ കമ്പനി മോശമാണെന്ന് നമ്മൾ പറയും. ശരിയല്ലേ? അത് ഏത് കമ്പനിയാണ് നമ്മൾ പറയും. നിങ്ങളൊന്ന് ഇനിയൊന്ന് ചിന്തിച്ച് നോക്കിയേ. ജയിൽ ചാടുന്നു, അല്ലെങ്കിൽ ജയിലിലുള്ള സേഫ്റ്റി എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നേ ഉള്ളൂ. ജയിലിലെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കേരളത്തിലെ സ്കൂള് തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ആശുപത്രി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ രാജഭരണമല്ലല്ലോ, ജനാധിപത്യമല്ലേ. ഇപ്പം ഭരിക്കുന്നത് പിണറായി സർക്കാരല്ലേ, LDF സർക്കാരല്ലേ. അപ്പോൾ നിങ്ങളുടെ കഴിവുകേടെന്നല്ലാണ്ട് വേറെ ആരുടെ കഴിവുകേടായിട്ടാണ് പറയണ്ടേ? ഇതിനും ഇനി കേന്ദ്രത്തെ പോയി കുറ്റം പറയണോ, അതോ പ്രതിപക്ഷത്തെ പോയി കുറ്റം പറയണോ? LDF സർക്കാരിൻ്റെ കഴിവുകേടാണ് ഇത് എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട. ഞാൻ ഇന്നലെ ഈ ഗോവിന്ദച്ചാമിയുടെ വീഡിയോയ്ക്ക് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ജനൻ TVയുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടേ. ചാർലി തോമസ് പിടിയിൽ. അല്ല, ജനൻ TVക്ക് എന്താണ് ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞ പ്രശ്നം എന്താണ്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ഗോവിന്ദച്ചാമി എന്ന് പറയുന്നൊരു പേര് അവനെല്ലാവർക്കും ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. അല്ലാണ്ട് ചാർലി തോമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള 90% ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല. ഗോവിന്ദച്ചാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. ആ പക്കാ ക്രിമിനൽ അവനെ അറിയാൻ പറ്റും. ഇപ്പം ചാർലി തോമസ് എന്ന് പറഞ്ഞാണ് ഇവർ ഫുള്ള് വീഡിയോ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താവശ്യത്തിന്? ജനൻ TV എന്താ ഉദ്ദേശിച്ചത്? അതൊന്ന് ആരെങ്കിലും പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇനി നമുക്ക് ഈ അന്തങ്ങളുടെ ന്യായീകരണത്തിലേക്ക് പോവാം. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. നിങ്ങളുടെ ഈ ന്യായീകരണം കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വായി തെറിയേ വരുള്ളൂ. ഗോവിന്ദച്ചാമിയെ പോലെ ഒരു പക്കാ ക്രിമിനൽ ജയിലിൽ ചാടി അവനെ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലും കുറേ ഗുണ്ടകളാണ്. ഈ ഗുണ്ടകൾ ആരുടെ ഗുണ്ടകളാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പാർട്ടി ഗുണ്ടകൾ തന്നെയാണ് ജയിലിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടുത്തെ ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കോ വലിയ വോയിസ് ഒന്നുമില്ല. അവർക്ക് കൃത്യമായിട്ട് അമ്മമാർക്ക് അവിടെ കഞ്ചാവ് എത്തുന്നുണ്ട്, ലഹരി എത്തുന്നുണ്ട്, അമ്മമാർക്ക് മൊബൈൽ ഫോൺ അവിടെ യൂസ് ചെയ്യാം, അവിടെ വേണ്ടുന്ന അമ്മമാർക്ക് പരോള് കിട്ടും, പുറത്തിറങ്ങി പോവാം, തിരിച്ച് കയറി വരാം.
അവന്മാർ പുറത്തെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അകത്തും ജീവിക്കുന്നത്. ആ ഗുണ്ടാ സംഘം അങ്ങനെ തന്നെ അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഭരിച്ച് മുന്നോട്ട് പോകുന്നുമുണ്ട്. അപ്പോൾ ജയിലിനകത്തുള്ള ഈ ക്രമക്കേടുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ സർക്കാരിൻ്റെ കഴിവുകേട് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയം വേണ്ട. ഇനി ഞാൻ ഓരോ ആൾക്കാരുടെ ന്യായീകരണങ്ങൾ വെക്കാം. ഏറ്റവും ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ ന്യായീകരണം ഒന്ന് കേൾപ്പിക്കാം. ഒരു സുരക്ഷാ വീഴ്ചയില്ല. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമല്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ശിവൻകുട്ടി സാറ് പറയുകയാണ്, കേരളത്തിലെ ഒരു സ്കൂളിലും ഗോവിന്ദചാമി പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു സുരക്ഷാ വീഴ്ചയില്ല. ഇനി ഗോവിന്ദചാമി സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കാത്തതിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ഒരുത്തൻ ജയിലിൽ ചാടിയിരിക്കുക. ആ ജയിലിൽ ചാടിയതിൻ്റെ രീതി നമ്മളെല്ലാവരും കണ്ടതാ. ഒറ്റ കൈയുള്ള ഒരുത്തൻ 7 മീറ്റർ പൊക്കമുള്ള ഒരു ജയില്, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ അവിടെ ഇലക്ട്രിക് ലൈൻ വരെ, അതായത് അവിടെ തൊട്ട കറണ്ട് അടിക്കും. ആ രീതിയിൽ പോലും സേഫ്റ്റിയോടെ ഒരു ജയില് ഒരുത്തൻ രാത്രി 1:15 ചാടിയിട്ട് അവിടുത്തെ പോലീസുകാർ അറിയുന്നത് രാവിലെ 6:15. അവർ പിന്നീട് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ, ജയിലിന് പുറത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട്. ഇതാണോ ഇവിടുത്തെ സുരക്ഷ? ജയിലിലൊരു സുരക്ഷാ വീഴ്ചയില്ല. 2 മണിക്കൂർ ഇടവിട്ട് അവിടുത്തെ ജോലിക്കാർ ഈ സെൻട്രൽ ജയിലിലെ ഈ 10ാം സെക്ഷൻ, ആ ബ്ലോക്കിലെ 10ാം ബ്ലോക്കിലെ ആൾക്കാരെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ള ആൾക്കാർ അത് ചെയ്തിട്ട് പോലും ഇല്ല. 4 പേരെ സസ്പെൻഡ് ചെയ്തു. സുരക്ഷാ വീഴ്ച ഒട്ടും തന്നെ ഇല്ല. സുരക്ഷാ വീഴ്ച ഒട്ടും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം സ്കൂളും കോളേജും അല്ലെങ്കിൽ ആശുപത്രിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമ്പോഴത്തേക്കും അവിടുത്തെ മന്ത്രിമാർ, നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാർ വന്നിട്ട് അവിടെ അഭിനയിച്ച് തലകറങ്ങി വീഴുകയും അല്ലെങ്കിൽ ഉഡായിപ്പ് ഡയലോഗ് അടിക്കുകയും ഞങ്ങൾ അവർക്ക് പണം കൊടുത്തല്ലോ, ഈ പറയപ്പെടുന്ന കുറ്റം പറയുന്ന ആൾക്കാർ പണം പോലും കൊടുത്തില്ലല്ലോ എന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് കാച്ചിട്ട് പോയത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പറച്ചിലിടത്തൊന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ആ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് സഹായം കൊടുത്തതെന്ന്. അത് നമ്മുടെ നികുതി പണം എടുത്തിട്ടല്ലേ. ഈ സർക്കാരിൻ്റെ മാത്രമല്ലല്ലോ ആ നികുതി പണം എന്ന് പറയുന്നത്, പ്രതിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ആണെങ്കിലും കേരളത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും നികുതി പണം എടുത്തിട്ടല്ല ആ കാശ് കൊടുത്തേക്കുന്നത്. ഉളുപ്പില്ലാത്ത ഒരു മന്ത്രി എന്ന രീതിയിൽ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കുറേ കാലം മുന്നേ നമ്മൾ കണ്ടതാണ്, നിയമസഭയിൽ കയറിയിട്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും അടിച്ച് ഒടിച്ച് മറ്റേ മുണ്ടുവരെ ആടുതോമയെ പോലെ പൊക്കി കൊടുത്ത് മുണ്ടൂരി കസർത്ത് കാണിച്ച ആളാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. ആ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വന്ന് പറയുകയാണ് ഗോവിന്ദചാമി ഒരു സ്കൂളിലും പഠിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അതായത് പ്രതികരിക്കേണ്ടത് ആരാ? ആഭ്യന്തര മന്ത്രിയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയാൾ തന്നെ പ്രതികരിക്കട്ടെ. ബാക്കി എല്ലാ മന്ത്രിമാർക്കും, വേറെ മന്ത്രി എടുത്ത് ചോദിച്ചാൽ പറയും ഞാൻ ഗതാഗത മന്ത്രിയല്ലേ, വേറെ മന്ത്രി എടുത്ത് ചോദിച്ചാൽ ഞാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ, വേറെ മന്ത്രി എടുത്ത് ചോദിച്ചാൽ പറഞ്ഞാൽ ഞാൻ ആരോഗ്യമന്ത്രിയല്ലേ. ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ള ആവത് പോലും ഇപ്പം ഇല്ല. ചോദിച്ചാൽ അപ്പം തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ ഉത്തരം മുട്ടി അപ്പം തന്നെ തലകറങ്ങി താഴ്ത്തു വീണേക്കും. ഇതാണ് ഇവിടുത്തെ മന്ത്രിമാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരാളുടെ ന്യായീകരണം കേൾപ്പിക്കാം. അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ അതിർത്തി കടന്നിട്ടുള്ള സുരക്ഷാ ഭടന്മാര്, അതിർത്തി കടന്നിട്ടുള്ള ഭീകരന്മാര്, ലഷ്കർ-ഇ തോയ്ബയുടെ ഭീകരന്മാർ കൊലപ്പെടുത്തിയല്ലോ അല്ലേ? ആ സംഭവം ഉണ്ടായല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇവിടെയും അതുപോലെയുള്ള വീഴ്ച സംഭവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി. ഓക്കെ, അപ്പോൾ ജയരാജൻ സഖാവ് പറയുന്ന കാര്യം പെഹൽഗാമിലെ കാര്യമാണ് നേരെ പറയുന്നത്. കേരളത്തിലെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും പണ്ട് നമ്മൾ ഈ പശുവിനെ പറ്റി 5 വാചകം എഴുതാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും പശുവിനെ നേരെ കൊണ്ട് ഒരു തെങ്ങിൻ്റെ ചൂട്ടി കെട്ടിയിട്ട് പശുവിനെ കെട്ടിയ കയറിൻ്റെ അറ്റത്തിരിക്കുന്ന തെങ്ങിൻ്റെ തേങ്ങയുടെ അറ്റത്തുള്ള മറ്റേ കരിക്ക്, മറ്റേത് മറിച്ചത് ഓല എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇവിടെ ഇ പി ജയരാജൻ്റെ കാര്യം. ഗോവിന്ദചാമി ജയിലിൽ ചാടി, അപ്പോൾ അതിന് ഉത്തരവായിട്ട് പറയുന്നത് പെഹൽഗാമിലെ ഭീകരാക്രമണമാണ്. ശരി, ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞ പോലെ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. നമുക്ക് അങ്ങനെ തന്നെയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്. അവിടെ ഭീകരാക്രമണം ഉണ്ടാകുന്നു, ഒരുപാട് നമ്മുടെ ഇന്ത്യക്കാർ അവിടെ മരണപ്പെടുന്നു. അത് സുരക്ഷാ വീഴ്ചയാണെങ്കിൽ ഇവിടെ ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ഇതും സുരക്ഷാ വീഴ്ച തന്നെയാണ്. ജയിലിലെ ഒരാൾ ചാടുമ്പോഴത്തേക്ക് അത് പിന്നെ സുരക്ഷാ വീഴ്ചയല്ലേ? ഈ സുരക്ഷാ വീഴ്ചയിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ, അല്ലാണ്ട് പിന്നെ ആരെയാ? ഈ റിപ്പോർട്ടർ ചാനലിലെ നമ്മുടെ മൊട്ടരുണുണ്ടല്ലോ, അരുണും അതിൻ്റെ ഓണർ, നമ്മുടെ മരമുറി കേസിലെ ഓണറായിട്ടുള്ള അറിയാമല്ലോ ആൻഡ്രോക്സിനുണ്ടല്ലോ, അവർ രണ്ടും കൂടെ വന്നിരുന്നിട്ടേ ഇന്നലത്തെ ചർച്ചക്കകത്ത് ഞാൻ ചർച്ച കണ്ടിരുന്നു. അവർ ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ട് അങ്ങ് വെള്ളപൂശിക്കൊണ്ടിരിക്കുക. ഈ ഗോവിന്ദചാമിയെ പിടിക്കുന്നതിന് മുന്നേ തന്നെ ഗോവിന്ദചാമിയെ പിടികൂടിയെന്നും പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വാർത്ത വിട്ടിരുന്നു. നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഗോവിന്ദചാമിയെ പിടിക്കുന്നത് ഏകദേശം 11 മണിയെടുത്ത 11:30 ആ ഒരു ടൈമിലാണ്, 11 മണി. അതിന് മുന്നേ തന്നെ റിപ്പോർട്ടർ ചാനൽ ഗോവിന്ദചാമിയെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത ഇട്ടിരുന്നു. ഈ റിപ്പോർട്ടർ ചാനൽ ഒരിക്കലും ആ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ സുരക്ഷാ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്തിട്ടേ ഇല്ല. കേരളം മൊത്തം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തിച്ചർച്ചക്കകത്ത് അവരെല്ലാം കൂടെ വട്ടം കൂടി ചർച്ച ചെയ്യുമല്ലോ രാത്രി. ആ അന്തിച്ചർച്ചക്കകത്തിരുന്നുകൊണ്ട് പറയാണ്
ഗവൺമെന്റിന്റെ വീഴ്ചയല്ല. ഇതേ ആൾക്കാർ തന്നെ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശുപത്രി ഇടിഞ്ഞു വീഴുമ്പോഴത്തേക്ക് അങ്ങനെ ഗവൺമെന്റിന്റെ വീഴ്ചയാവുന്നേ. പിന്നെ ഇത് ആരുടെ വീഴ്ചയാ ഒന്ന് പറഞ്ഞു തന്നെ. ഈ റിപ്പോർട്ടർ ചാനലിന്റെ മരമുറി കേസിന്റെ ആ പ്രതിയായിട്ടുള്ള ഓണറും മൊട്ടാരനും നിങ്ങളൊക്കെ കൂടെ തന്നെ പറഞ്ഞത് ഇത് ആരുടെ വീഴ്ച? നമ്മളാരെയാ കേരളത്തിലെ ജനങ്ങൾ ആരുടെ ഇതിന്റെ ഉത്തരവാദിത്വം ചോദിക്കേണ്ടേ? ആരുമില്ലേ? ഇതെന്താ ഞങ്ങൾ അനാഥരാണോ? കേരളത്തിലെ ആൾക്കാർ ഞങ്ങൾ ഗുണ്ടകളല്ല, ഞങ്ങൾ അനാഥരല്ല എന്ന് പറയുന്ന പോലെയാണല്ലോ ഇവിടെ. ഇതെന്താ സംഭവം എന്താ? അപ്പോൾ ഇ പി ജയരാജൻ അവിടെ കൈമലത്തി കാണിക്കുക, പുള്ളിക്കും ഇടപെടാനായിട്ട് പറ്റില്ല, അല്ലെ പുള്ളിയും പറയാണ് ഇതിനകത്ത് ഒരു സുരക്ഷാ വീഴ്ചയില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇനി മെയിൻ ആള് നമുക്കറിയാലോ, നമ്മുടെ ഗോവിന്ദൻ സഖാവിനെ തന്നെ നമുക്ക് വിളിക്കാം. ഗോവിന്ദചാമി ചാടി എന്നുള്ളത് സത്യം. ഗോവിന്ദചാമിയെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് പിടിച്ചു എന്നുള്ളതും സത്യം. അത് അതിപ്പം വീഴ്ച പറ്റി നിങ്ങൾക്ക് എന്താ ഇപ്പം അതിന്റെ ഭാഗമായിട്ട് വേണ്ട വാർത്തയിൽ നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? വാർത്ത വീഴ്ച പറ്റാൻ പാടുണ്ടോന്നോ? അങ്ങനെ പിന്നെ വീഴ്ചയെ പറ്റൂല്ലോ ലോകത്ത് പിന്നെ വീഴ്ചയെ പറ്റാത്തൊരു അവസ്ഥയല്ലേ വരിക. വീഴ്ചയെല്ലാം പറ്റും, പലപ്പോഴും പറ്റും, പല സംഭവങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും പറ്റും. അതൊക്കെ അത്തരത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിജാഗ്രതയോടെ അതിനെ കൈകാര്യം ചെയ്തു പോവുക. അതാണ് ഗവൺമെന്റ് ഇപ്പം ചെയ്തത്. അപ്പോൾ തന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വാർത്ത പോയി. ഇതെങ്ങനെ ഒരു 24 മണിക്കൂർ സമയത്തേക്കുള്ള ഒരു വാർത്ത നിങ്ങൾ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ മാറി. അതെ അതെ അതുകൊണ്ടുണ്ട് പിടിച്ച വളരെ നന്നായി, എല്ലാവർക്കും നന്നായി. ഈ ഉളുപ്പില്ലാണ്ട് സംസാരിക്കുന്ന കേട്ടിട്ടില്ലേ നിങ്ങൾ? എനിക്ക് അതുപോലെ ഫീൽ ചെയ്യുന്നത്. ഒരു ഉളുപ്പില്ലാണ്ടാണ് ഗോവിന്ദ മാഷോട് സംസാരിക്കുന്നത്. കാരണം ഈ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയ സമയത്ത് ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, ഗോവിന്ദൻ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് 24 മണിക്കൂർ വാർത്തയ്ക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു, നിങ്ങൾ അതും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നല്ലോ. ഉളുപ്പില്ലാത്ത ആളെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ വിഷയത്തിനകത്ത്. കാരണം നമ്മൾ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടിയ സമയത്ത് മീഡിയ ഉൾപ്പെടെ ആരും ചിന്തിക്കില്ല നമുക്കിത് വാർത്തയാക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കോണ്ടന്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്കിതൊരു അരിയാഹാരം ആക്കാം എന്നാരും ചിന്തിക്കില്ല. കാരണം അവൻ ജയിലിൽ ചാടുന്ന സമയത്ത് കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു ഞെട്ടലാണ്. നമുക്ക് ഞെട്ടലാണ്, എനിക്ക് ഞെട്ടലാണ് ഉണ്ടായത്. ഈ പന്ന ചെറിയ എൻ്റെ വായി വരുന്നത് ഇവൻ ജയിലിൽ ചാടിയല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടണമെന്നോ, അല്ലെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഇവൻ ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഇവനെ ജനങ്ങളുടെ കയ്യിലാണ് കിട്ടുന്നെങ്കിൽ ഇവനെ കൊന്നുകളയണം, അടിച്ചാരെങ്കിലും കൊന്നുകളയണമെന്ന് ഞാൻ മനസ്സ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനെന്നല്ല, ഒട്ടുമിക്ക മലയാളികൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എം വി ഗോവിന്ദൻ, പിന്നെ ഒരു ഗുണമുണ്ട്, എം വി ഗോവിന്ദൻ മറ്റ് മന്ത്രിമാരെ പോലെയോ അല്ല മറ്റ് സഖാക്കന്മാരെയോ പോലെ അവിടെ സുരക്ഷാ വീഴ്ച വന്നിട്ടില്ല എന്ന് പറയുന്നില്ല, സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ അപ്പുറത്ത് ചെല്ലുമ്പോഴത്തേക്കും പിണറായി വിജയൻ എന്ത് ചെയ്യും? ഒന്ന് കണ്ടിട്ട് കാണിക്കും. അപ്പോൾ എം വി ഗോവിന്ദൻ പറയും പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ്, അതുകൊണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് എം വി ഗോവിന്ദൻ വന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ എം വി ഗോവിന്ദൻ ഒരു ഉളുപ്പില്ലാണ്ട് വന്നിട്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായി, ലോകത്തെങ്ങും ഉണ്ടാകാത്ത കാര്യമല്ലല്ലോ, അതിനിപ്പോൾ എന്താണ്, നിങ്ങൾക്കത് വാർത്തയാക്കാനായിരുന്നല്ലോ ഉദ്ദേശം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഗോവിന്ദസ്വാമി എന്ന് പറഞ്ഞ പക്കാക്രമിൽ ജയിലിൽ ആടിയപ്പോഴത്തേക്കും ജനങ്ങൾക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും അതെ 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 എന്ന് പറഞ്ഞ് തലയാട്ടിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞേ, ഈ സഖാക്കന്മാരെന്നൊന്നും വിളിക്കാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഇവരെ നമുക്ക് ഇതേയുള്ള ആൾക്കാരെ ബേസിക്കലി ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന ഒരാൾ പോലും ഇന്ന് നമ്മുടെ കേരളത്തിലില്ല. കതറിട്ട് ഒരുത്തം പോലും നമ്മുടെ കേരളത്തിലില്ല. നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരുത്തം പോലും ഇല്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ സാമ്പത്തികം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അധികാരമോഹം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു തൂങ്ങി കിടക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കൊരു നല്ല സേവനം ചെയ്യുക, നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ പോലും നമ്മുടെ കേരളത്തിലില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞു. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പോയി, ഇനിയില്ല. നല്ല കമ്മ്യൂണിസ്റ്റ് കേരളത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എം വി ഗോവിന്ദനെ പോലുള്ള ആൾക്കാർ, പിന്നെ പുള്ളിക്ക് ഇതേ പറ്റുള്ളൂ. എം വി ഗോവിന്ദൻ എപ്പോഴും പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ വന്ന് ന്യായീകരിച്ച് മെഴുകുക എന്നുള്ളതാണ്. നമ്മളിതെല്ലാം കേട്ടല്ലോ, കുറേ ആൾക്കാരുടെ അലവലാതി പിടിച്ച് ന്യായീകരണം കേട്ടു. ഇവന്മാരെ കൊണ്ട് ഇതിനെ ഉള്ളൂ. ഇവന്മാർക്ക് ആ പാട് പറ്റുന്ന കാര്യം ന്യായീകരിക്കാൻ മാത്രം. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുള്ളി വല്ല വാദമൊന്നും പറയും, ഒരിക്കലും പറയാൻ പോകുന്നില്ല. പുള്ളി കേരള സമൂഹത്തിനോട് മാധ്യമങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് തോന്നണം. പുള്ളി മറ്റേ രാജാവിനെ പോലെയാണ്. പുള്ളിക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അപ്പം മാത്രം വിളിച്ച് പറയും. അത് പുള്ളി എഴുതിക്കൊണ്ടുപോകുന്ന സാധനം മാത്രം, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രം വിളിച്ച് പറയും. അല്ലാതെ എന്തെങ്കിലും ചോദിച്ചാൽ പറയും വിരട്ടലും വിരവേശലും ഇങ്ങോട്ട് വേണ്ട എന്ന് പുള്ളിയുടെ എൻ്റെ എല്ലോ അടിക്കും. ഇത് നമ്മൾ കേട്ട് മടുക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളം ഭരിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കേരളം ഭരിക്കണ്ട നിങ്ങൾ കേട്ടോ. ഇനി കാരണം ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അപ്പുറത്ത് കോൺഗ്രസ്സുകാർ കണക്കാ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവർ തന്നെ കേരളം ഭരിക്കുമെന്ന് എനിക്കറിയില്ല. എനിവേ ഇവർ ഭരിച്ചു കഴിഞ്ഞാൽ ഇനി കേരളം മുടിയും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ടത് വേറെ കേസ്. ഇത്രയും വിമർശനങ്ങളാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. ഇനി നിനക്കൊക്കെ ഈ അന്തങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ ഗോവിന്ദസ്വാമി ജയിൽ ചാടിയപ്പോഴത്തേക്കും നിങ്ങളൊക്കെ വന്ന് ന്യായീകരിക്കുന്നുണ്ടല്ലോ. അപ്പുറത്തൊരു അമ്മയുണ്ടായിരുന്നു, സൗമ്യയുടെ അമ്മ. സൗമ്യയുടെ അമ്മ ഒരു ചാനൽ ചർച്ചയിൽ കരഞ്ഞു പോയ ഒരു സംഭവം ഉണ്ടായി. ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു 24-ലെ ഒരു ലാസ്റ്റത്തെ ചർച്ചക്കകത്ത്. അപ്പോൾ ഈ ചർച്ചയിൽ ഒരു നമ്മുടെ റിട്ടയേർഡ് SI
ഈ ഗോവിന്ദസ്വാമി അന്ന് പിടികൂടിയ ഒരു എസ് ഐ ഉണ്ട്. ആ എസ് ഐ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പുറത്ത് അമ്മയുണ്ട്. ഞാൻ അതിന്റെ ഒരു ബൈറ്റ് ഒന്ന് വെക്കാം. ചാടുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും സൗമ്യയുടെ അമ്മ അവിടെ ഇരിക്കേണ്ടതിൽ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇതിനെ പിടിച്ച സമയത്തൊക്കെ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. കാരണം എന്നോട് പറയുന്നത്, സാർ ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും പാൽപ്പായസം കണ്ടിട്ട് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റുമോ? കാരണം വീണ് തല പൊളിഞ്ഞ് 10-24 പല്ലുകളൊക്കെ നഷ്ടപ്പെട്ട് മൃതപ്രായമായിട്ട് ഇരിക്കുന്ന ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ അവൻ ക്രൂരമായി പീഡിപ്പിച്ചത്. മാത്രമല്ല ഇവന് വിശപ്പിക്കും. അവന് ഡോക്ടറോട് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളോടും പറഞ്ഞതൊക്കെ, ഇവൻ ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരാണിനെ ബോധിക്കണം, മദ്യം കഴിക്കണം, മയക്കുമരുന്ന് കഴിക്കണം. ഇത്തരമൊരു സ്വഭാവമുള്ള മാത്രമാണ് ഇവൻ. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. ഇവന്റെ പേരിൽ നിരവധി കേസുകളിൽ സംസ്ഥാനത്ത്, തമിഴ്നാട്ടിൽ. അമ്മ നന്ദി. അമ്മ ഇത് കേൾക്കണ്ട കേട്ടാ പിന്നെ അത് സങ്കടമാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇത് മൊഴിയുടെ രൂപത്തിൽ വന്നതാണ്. അങ്ങേയറ്റം ക്രൂരമാണ്. അമ്മയ്ക്ക് അത് കേട്ടാൽ ചിലപ്പോൾ അത് ഇനിയും പഴയ കാലങ്ങൾ ഓർക്കുകയും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഓർമ്മ വരും. അമ്മ ഇറങ്ങിക്കോ. സങ്കടപ്പെടണ്ട, അമ്മ ഇറങ്ങിക്കോ. എന്ന് പറഞ്ഞാലേ ഇനി ഈ നാട്ടിൽ നമ്മളൊക്കെ ഉള്ളിടത്തോളം കാലം അവനിറങ്ങി ആരെ ഒന്നും ചെയ്യുമൊന്നുമില്ല. നമ്മളൊക്കെ ഇല്ലേ ഇവിടെ? അല്ല, ഈ നാടിന്റെ ജാഗ്രത കണ്ടതല്ലേ? അവനെ പിടിച്ച് തൂക്കിയാകത്തിട്ട് നമ്മൾ കണ്ടതല്ലേ? ഇന്നത്തെ ഈ സത്യം പറഞ്ഞ ഈ ബൈറ്റ് ഞാൻ ആദ്യം കണ്ട സമയത്ത് എനിക്ക് പിന്നത്തെ ഞാനൊരു വാചകം നിങ്ങൾക്ക് സെൻറ്ററിൽ കൂടെ എഴുതി വെച്ചേക്കുന്നത് കാണാം. എൻ്റെ മനസ്സിൽ അതിനപ്പുറമാണ് എനിക്കും ചിന്ത വന്നത്. കാരണം സുമതി എന്ന് പറഞ്ഞ സൗമ്യയുടെ അമ്മയില്ലേ, അപ്പോൾ അവരുടെ കണ്ണുനീര് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ അഷ്റഫ് എന്ന് പറയുന്ന എസ് ഐ പറഞ്ഞ കാര്യം അവനങ്ങനെയാണ്, ഗോവിന്ദസ്വാമി അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്ന കാര്യം, ഇതേപോലത്തെ ക്രിമിനൽ ജയിലിൽ ചാടിയപ്പോഴത്തേക്കും സുരക്ഷാ വീഴ്ചയുണ്ട്, ഇനി അത് സംഭവിക്കാമെന്ന് MV ഗോവിന്ദനും മറ്റ് മന്ത്രിയും അവിടുത്തെ സഹാക്കന്മാരും ഒക്കെ വന്ന് വെച്ച് കാച്ചുമ്പോഴേ നമുക്ക് ഇവന്മാരോടും തോന്നുന്നൊരു ദേഷ്യമുണ്ട്. നിൻ്റെയൊക്കെ വീട്ടിലുള്ള ആർക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. കാരണം നീയൊക്കെ വലിയ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാണ്, വലിയ ഭരിക്കുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ ഭരണം മാറിയാലും നിങ്ങളുടെയൊക്കെ കിട്ടുന്ന ആ പ്രിവിലേജ് എപ്പോഴും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ സാധാരണക്കാരുടെ അവസ്ഥ അങ്ങനെയല്ല. സാധാരണക്കാരുടെ അവസ്ഥ നിനക്കൊന്നും ഈ ജന്മത്തെ മനസ്സിലാക്കാനും പോകുന്നില്ല. കാരണം നിനക്കൊരു അസുഖം വന്നാൽ നേരം എന്ത് ചെയ്യും? ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാം. നിൻ്റെയൊക്കെ മക്കൾ ഒരു സർക്കാർ സ്കൂളിൽ പഠിക്കൂല, വൈദ്യുതിയേറ്റ് ആരും മരിക്കൂല. നിൻ്റെയൊക്കെ വീട്ടുകാരിലുള്ള ഒരുത്തിനെ പോലും ഒരു കള്ളം വന്ന് കയറൂല, ആരും വന്ന് ശരീരത്തിൽ വന്ന് സ്പർശിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യൂല. പെൺപിള്ളേരൊക്കെ സുരക്ഷിതരായിരിക്കും. സാധാരണ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരുടെ അവസ്ഥ ഇതൊന്നുമല്ല. അതുകൊണ്ട് നിനക്കൊക്കെ ഈ സഖാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിനക്കൊക്കെ, നല്ല സഖാക്കന്മാരുടെ വില പോലും കളയുന്ന നിനക്കൊക്കെ ഉണ്ടല്ലോ, ഈ പാവപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് ന്യായീകരിച്ചും മെഴുകുന്നതും ഉളുപ്പില്ലാണ്ട് വന്ന് ഓരോന്നൊക്കെ ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് വിളിച്ചു പോവുകയും ചെയ്യുന്നത്. ഇവന്മാരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല. സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്.